പേരതിൽ പാർത്ഥനു സമേതം കുരുക്ഷേത്ര രണാങ്കണ മധ്യേ ആഗമിച്ചിരുവരും രഥത്തിൽ. മഹാഗുരുമാതുലൻ സോദരരാതി നിൽപ്പൂ രണാങ്കണേ. തളർന്നു വീരനാ വിജയനും വിവശനായി തേർത്തടം തന്നിൽ കരുണയാ കരുണയായി തൽക്ഷണം മാധവൻ കരം പിടിച്ചരുൾ ചെയ്തിത്തം. यदा यदा धर्मस्य ग्लानिर्भवति भारत अभ्युत्थानम् अधर्मस्य तदात्मानं सृजामि परित्राणाय साधूनां विनाशाय च दुष्कृतां धर्म संस्थापनार्थाय संभवा സീതാ സ്വയംവരാർത്ഥം രാമൻ കുലയ്ക്കാൻ ശ്രമിച്ചത് ശിവന്റെ വില്ലാണ്. അധ്യാത്മരാമായണത്തിൽ ആ വില്ലിന് പറഞ്ഞിരിക്കുന്ന പേര്: എ ഗാന്ധീവം, ബി ത്രയംബകം, സി ഇന്ദ്രനീലം, ഡി പാശുപതം. യുവർ ടൈം സ്റ്റാർട്ട് നൗ. ബി ത്രയംബകം. ഓക്കെ, നമ്മൾ ലോക്ക് ചെയ്യാണ്. ബി ത്രയംബകം. ഉത്തരം ശരിയാണ്. ടീം എക്ക് 2 മാർക്ക്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ടീം ബിയോടാണ്. വാൽമീകി മഹർഷിക്ക് ഗുണവാനും വീര്യവാനുമായ രാമന്റെ ചരിതം പറഞ്ഞു കേൾപ്പിച്ചത് ആരാണ്? എ ഭരദ്വാജൻ, ബി നാരദൻ, സി വൈശ്രവണൻ, ഡി കൗശികൻ. യുവർ ടൈം സ്റ്റാർട്ട് നൗ. നാരദൻ. ഓക്കെ, ബി നാരദൻ. ഉത്തരം ശരിയാണ്. ടീം എയോടാണ്. ദശരഥന്റെ പിതാവാര്? എ നാഭാഗൻ, ബി അഗ്നിവർണൻ, സി അജൻ, ഡി നഹുഷൻ. ടൈം സ്റ്റാർട്ടായി. അജൻ. സി അജൻ. ഉറപ്പാണല്ലോ? വളരെ പെട്ടെന്നാണ് ആൻസർ ചെയ്തത്. സോ സി അജൻ. നമുക്ക് നോക്കാം ഉത്തരം ശരിയാണോ എന്ന് നോക്കാം. ശരിയാണ്. സോ സി അജനാണ് ശരിയായ ഉത്തരം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ടീം ബിയോടാണ്. ക്വസ്റ്റ്യൻ ഇതാണ്: ഭാരതീ പദാവലി തോന്നേണം
കാലേ കാലേ ഏതുപോലെ പദാവലി തോന്നണം എന്നാണ് എഴുത്തച്ഛൻ പ്രാർത്ഥിക്കുന്നത്? എ. ആകാശത്തെ നക്ഷത്രങ്ങൾ പോലെ. ബി. സമുദ്രത്തിലെ തിരമാലകൾ പോലെ. സി. തടാകത്തിലെ താമര പോലെ. ഡി. ശിശിരത്തിലെ മഞ്ഞുതുള്ളി പോലെ. യുവർ ടൈം സ്റ്റാർട്ട്സ് നൗ. മുത്തശ്ശിയോട് ചോദിക്കാന്നുള്ള ഓപ്ഷൻ കിട്ടും. നിങ്ങൾ ഇതുവരെ എടുത്തിട്ടൊന്നുമില്ല. ലൈഫ് ലൈൻ വേണം. ശരി, നമുക്ക് പോവാം. ലൈഫ് ലൈൻ മുത്തശ്ശിയോട് ചോദിക്കാം. ഹലോ ഹലോ, ഇത് ശ്രേഷ്ഠ ഭാരതം റിയാലിറ്റി ഷോയിൽ നിന്ന് നിത്യയാണ് വിളിക്കുന്നത്. കുട്ടികൾ വരുന്നതിന്റെ മുമ്പേ പറഞ്ഞിട്ടുണ്ടാവുമല്ലോ അല്ലെ, ഇങ്ങനെ ഒരു ലൈഫ് ലൈൻ ചിലപ്പം വിളിക്കാൻ സാധ്യതയുണ്ടെന്നൊക്കെ. ശരി, ചോദിച്ചോളൂ. ഭാരതി പദാവലി തോന്നേണം കാലേ കാലേ ഏതുപോലെ പദാവലി തോന്നേണം എന്നാണ് എഴുത്തച്ഛൻ പ്രാർത്ഥിക്കുന്നത്? എ. ആകാശത്തെ നക്ഷത്രങ്ങൾ പോലെ. ബി. സമുദ്രത്തിലെ തിരമാലകൾ പോലെ. സി. തടാകത്തിലെ താമര പോലെ. ഡി. ശിശിരത്തിലെ മഞ്ഞുതുള്ളി പോലെ. സമുദ്രത്തിലെ തിരമാലകൾ പോലെ. ലോക്ക് ചെയ്യട്ടെ? വേഗം പറ, ടൈം പോയിക്കൊണ്ടിരിക്കുക. ടൈം കഴിഞ്ഞ പിന്നെ ലോക്ക് ചെയ്യാണ്. അപ്പൊ ഞാൻ ലോക്ക് ചെയ്യാണ്. സമുദ്രത്തിലെ തിരമാലകൾ പോലെ. താങ്കൾ പറഞ്ഞ ഉത്തരം വളരെ ശരിയാണ്. ശ്രേഷ്ഠ ഭാരതം റിയാലിറ്റി ഷോയിൽ പങ്കെടുത്തതിൽ വളരെയധികം നന്ദിയുണ്ട്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ടീം എയോടാണ്. ക്വസ്റ്റ്യനിലേക്ക് കടക്കാൻ നമുക്ക്. പരശുരാമന്റെ കയ്യിൽ വന്നു ചേർന്ന വൈഷ്ണവ ചാപം മഹാവിഷ്ണു ആദ്യം ആർക്കാണു നൽകിയത്? എ. ഋചീകന്. ബി. ദേവരാധന്. സി. നാഭാഗന്. ഡി. വിശ്വകർമാവിന്. ടൈം സ്റ്റാർട്ട് നൗ. വിശ്വകർമാവിന് ആണ്, ഉറപ്പാണ്. ലോക്ക് ചെയ്യട്ടെ? സംശയം ഉണ്ടോ? ഇല്ലേ? ഓക്കെ ഓക്കെ, അപ്പം ഡി വിശ്വകർമാവിന്. ഡി വിശ്വകർമാവ് തെറ്റാണ്. നിങ്ങൾ എന്താ ഓപ്ഷനിലേക്ക് പോവാത്തത്? ഓക്കെ, വിശ്വകർമാവ് ആരാണ് ഫസ്റ്റ് അത് പറയൂ. ദേവശില്പി. ദേവശില്പിയാണ്. ഇതൊക്കെ ഉണ്ടാക്കുന്ന ആളല്ലേ? ഓക്കെ, ഈ ക്വസ്റ്റ്യൻ നമ്മള് ബിക്ക് കൈമാറുകയാണ്. ഇവിടെ കിടന്ന് ഞാൻ ഒരുപാട് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഉത്തരം ഇങ്ങോട്ട് പെട്ടെന്ന് പറയും. ഓക്കെ ഫൈൻ. സെയിം ക്വസ്റ്റ്യൻ. പരശുരാമന്റെ കയ്യിൽ വന്നു ചേർന്ന വൈഷ്ണവ ചാപം മഹാവിഷ്ണു ആദ്യം ആർക്കാണ് നൽകിയത്? എ. ഋചീകന്. ബി. ദേവരാധന്. സി. നാഭാഗന്. ടൈം സ്റ്റാർട്ട്സ് നൗ. നാഭാഗന്. നാഭാഗന് ഉറപ്പാണ്. ഓക്കെ, ലോക്ക് ചെയ്യുന്നു. സി. നാഭാഗന്. തെറ്റാണ് ഉത്തരം. രണ്ടുപേരും ഉത്തരം തെറ്റ് പറഞ്ഞ സ്ഥിതിക്ക് നമ്മൾ ക്വസ്റ്റ്യൻ ജഡ്ജസിന് കൈമാറുകയാണ്. ശ്രീകുമാർ സർ. ഋചീകൻ എന്നാണ്. ഋചീകൻ. അപ്പം സാറിന് ഒരു ക്ലാപ്പ്. ഋചീകന്റെ മകൻ ജമദഗ്നി, ജമദഗ്നിയുടെ മകൻ പരശുരാമൻ. സോ താങ്ക് യു സോ മച്ച് സർ. ഇപ്പം ടീം എയും ടീം ബിയും തുല്യമാണ്. ഇനി നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോവാം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ടീം ബിയോടാണ്. ക്വസ്റ്റ്യൻ ഇതാണ്. താടകയുടെ ഭർത്താവിന്റെ പേര്? എ. നിസുംബൻ. ബി. സുന്ദൻ. സി. മഹിഷൻ. ഡി. മാർക്കണ്ഡേയൻ. യുവർ ടൈം സ്റ്റാർട്ട്സ് നൗ. സുന്ദൻ. സുന്ദൻ. ഓക്കെ, നമ്മൾ ലോക്ക് ചെയ്യുന്നു. ബി. സുന്ദൻ. ബാലകന്മാരെ പോക മിഥിലാപുരിക്കു നാം, കാലവും വൃഥാ കളഞ്ഞിടുകയരുതല്ലോ. യാഗവും മഹാദേവ ചാപവും കണ്ടു പിന്നെ വേഗമോടയോധ്യയും പൊക്കു താതനെ കാണാം. ഇത്തരമരുൾ ചെയ്തു ഗംഗയും കടന്നവർ സത്വരം ചെന്നു മിഥിലാപുരമകം പൊക്കു. മിഥില രാജ്യം വളരെ പുരാതനമാണ്. ഇക്ഷ്വാകുവിന്റെ 12ാമത്തെ പുത്രനായ നിമിയുമായി ഈ രാജ്യത്തിന് ബന്ധമുണ്ട്. ഒരിക്കൽ വസിഷ്ഠ മഹർഷി നിമിയെ ശപിച്ചു, നീ വിദേഹനായി പോകട്ടെ എന്ന്. വിദേഹൻ എന്നാൽ എന്താണ് മഹർഷി? ദേഹമില്ലാത്തവൻ, അതാണ് വിദേഹൻ.
ശാപഗ്രസ്തനായ നിമിയുടെ ആത്മാവും ശരീരവും വേർപെട്ടു. അങ്ങനെ നിലത്തു പതിച്ച ആ ശരീരത്തെ മുനിമാരെടുത്തു മതിക്കാൻ ആരംഭിച്ചു. ആ മദനത്തിന്റെ ഫലമായി നിമിയുടെ ശരീരത്തിൽ നിന്നും ഒരു പുത്രൻ ജനിച്ചു. മദനത്തിലൂടെ ജനിച്ച കുഞ്ഞിനെ മുനിമാർ മിഥി എന്നു പേര് വിളിച്ചു. ആ മിഥിയുടെ നാമധേയത്തിലാണ് ഇന്നീ രാജ്യം മിഥില എന്നറിയപ്പെടുന്നത്. എത്രയെത്ര അത്ഭുതങ്ങളാണ് മാഷേ നാം കാണുന്നത്, അറിയുന്നത്. അതെ, ഋഷിമാരുടെ ഭാരതം അത്ഭുതങ്ങളുടെ നാടാണ്, മഹാത്ഭുതങ്ങളുടെ ഉറവിടമാണ്. സ്വാഗതം കൗശിക മഹർഷി, സ്വാഗതം. ഈ യജ്ഞമാടം അങ്ങയുടെ സാന്നിധ്യം കൊണ്ടിതാ ധന്യമായിരിക്കുന്നു. ധന്യത നൽകുന്ന സാന്നിധ്യം നമ്മുടേത് മാത്രമല്ല മിഥിലാധിപ. ഇതാ ശ്രീരാമൻ, സഹോദരൻ ലക്ഷ്മണൻ, സൂര്യവംശ തിലകമായ ദശരഥ പുത്രന്മാർ. കേട്ടിരിക്കുന്നു ദശരഥന്റെ പുത്രകാമേഷ്ടിയെ കുറിച്ചും ദൈവികമായ പായസോൽപ്പത്തെ കുറിച്ചുമൊക്കെ മുനിമാർ പറഞ്ഞ് കേട്ടിരിക്കുന്നു. അതിനപ്പുറം കേട്ടിരിക്കുന്നു മഹർഷി, വിശ്വാമിത്ര മഹർഷിയുടെ യാഗരക്ഷ നടത്തിയതും ഋഷിമാരുടെ ഭയമായിരുന്ന താടകയെ വധിച്ചതും ഇന്നലെ ഇവിടെ വന്ന് മുനിമാർ പറഞ്ഞറിഞ്ഞു. ഓ, പരിചയപ്പെടുത്തിയില്ല. ഇത് ശതാനന്ദ ബ്രഹ്മർഷി, ഗൗതമ മഹർഷിയുടെ പുത്രൻ. ഗൗതമ മുനിയുടെയും അഹല്യാദേവിയുടെയും മകൻ. എങ്കിൽ അഹല്യാപുത്രൻ കേട്ടിരിക്കുന്ന കഥകളെക്കാൾ വിശിഷ്ടവും ആനന്ദപ്രദവുമായ മറ്റൊരു കഥ കേൾക്കാനിരിക്കുന്നതേ ഉള്ളൂ. അതെന്താണ് മഹർഷി? ഇത് രാമൻ, അയോധ്യയിലെ സൂര്യവംശകുമാരൻ, ശാപഗ്രസ്തയായ അഹല്യയ്ക്ക് ഗൗതമൻ നൽകിയ ശാപമോക്ഷം. ശരിയാണ്, ശരിയാണ് മഹർഷി. ഞാൻ ഓർക്കുന്നു അച്ഛൻ അന്ന് പറഞ്ഞ വാക്യം. ഈ കൊടുങ്കാട്ടിൽ ദശരഥനന്ദനായ രാമൻ എന്നാണോ വരുന്നത് അന്ന് നിനക്ക് ശാപമോക്ഷമെന്ന്. മഹർഷി, അങ്ങ് രാമകുമാരനെ ഗൗതമാശ്രമത്തിൽ എത്തിച്ചുവോ? അദ്ദേഹം എന്റെ അമ്മയെ ദർശിച്ചുവോ? എന്റെ അമ്മയുടെ ശാപം നിവർത്തിച്ചുവോ? അതെ സദാനന്ദ മഹർഷി, ശുഭമായത്, ആനന്ദകരമായത് അതെല്ലാം സംഭവിച്ചു കഴിഞ്ഞു. അങ്ങയുടെ മാതാവ് ശാപത്തിന്റെ ശിലാപാളികളെല്ലാം ഭേദിച്ച് പുണ്യവതിയായി കഴിഞ്ഞിരിക്കുന്നു. അവർ ഭർത്താവായ ഗൗതമ മുനിയോട് ഒത്തുചേർന്നിരിക്കുന്നു. മഹർഷി, അങ്ങ് ചെയ്തത് എത്ര വിശിഷ്ടമായ കാര്യമാണ്. മാതൃസാന്നിധ്യം വീണ്ടെടുക്കപ്പെട്ട ഒരു പുത്രന്റെ സന്തോഷം മാത്രമല്ല എനിക്കതിൽ, അതിനപ്പുറമാണ് അതിന്റെ സന്തോഷം. വന്ദനകുമാര ശ്രീരാമ, അയോധ്യയിലെ നിത്യ ചൈതന്യമാണങ്ങ്. പൂർവനിശ്ചിതമായൊരു കർമ്മം അതുചിതമായി അനുഷ്ഠിച്ചതിന്റെ ചാരിതാർത്ഥ്യം. അതാണ് എനിക്കുള്ള സന്തോഷം. സന്തോഷം തരുന്ന കാര്യങ്ങളാണ്. മഹർഷി, വരൂ, ഈ ദിവ്യ കുമാരന്മാരെ കൂട്ടി നമ്മുടെ യാഗശാലയ്ക്കകത്തേക്ക്
വരൂ. ആകാ മഹാരാജൻ, യാഗപുണ്യത്തിൽ പിറന്ന ഈ കുമാരന്മാർക്കും യാഗം തന്നെ ജീവിതമാക്കിയ നമുക്കും അത് ശീലത്തിനപ്പുറം കൗതുകമല്ല. പക്ഷേ കൗതുകകരമായ മറ്റൊന്ന് ഈ മിഥില രാജ്യത്തുണ്ടെന്നറിഞ്ഞാണ് നാം കുമാരന്മാരെ കൂട്ടി വന്നിട്ടുള്ളത്. മറ്റൊന്നുമല്ല, ഇവിടെ സൂക്ഷിച്ചിട്ടുള്ള ശൈവചാപം. ആ പള്ളിവില്ല് കണ്ട് കൃതാർത്ഥരാകാനാണ് കുമാരന്മാർ എത്തിയിട്ടുള്ളത്. വിഘ്നരും ധനുർവീരരുമായ ഈ കുമാരന്മാർക്ക് തീർച്ചയായും ആ വില്ല് കാണാം. പക്ഷേ അതിനു മുമ്പ് ആ വില്ലിന്റെ കഥ അവർ കേൾക്കണം. എന്തിനാണ് അതിവിടെ സൂക്ഷിച്ചിട്ടുള്ളതെന്നും അവരറിയണം. തീർച്ചയായും നമുക്കും അത് കേൾക്കാൻ കൗതുകമുണ്ട് മഹാരാജൻ. സൽക്കാരയോഗ്യന്മാരാം രാജപുത്രന്മാരെ കണ്ടുൾക്കൊരും നിങ്ങൾ പ്രീതി വർദ്ധിച്ചു. ജനകനും തന്നുടെ സജീവനെ വിളിച്ചു നിയോഗിച്ചു. ചെന്നു നീ വരുത്തേണം ഈശ്വരനുടെ ചാപം. ഓം നമഃ ശിവായ. ജഗദ്ഗുരു ആദി ശങ്കരാചാര്യർ സമസ്ത വേദാർത്ഥ സംഗ്രഹ സംഭൂതം എന്ന് വിശേഷിപ്പിച്ചത് ശ്രീമദ് ഭഗവത്ഗീതയെയാണ്. കാരണം വേദാർത്ഥം അടങ്ങിയതാണ് നമ്മുടെ ഭഗവത്ഗീത. ഭഗവാൻ ശ്രീകൃഷ്ണ ഭഗവാനെ നാം ചിന്തിക്കുമ്പോൾ ഒരു കാര്യം നമുക്ക് കാണുവാൻ സാധിക്കും. അതിൽ ഭഗവാന്റെ കഥയാണ് മഹാഭാരതം എന്ന് പറയുന്നുണ്ട്. കാർഷ്ണം വേദമിതം സർവം ശൃണ്യാത് യത് സമംഹിതം എന്ന സ്വർഗാരോഹണ പർവ്വതത്തിലും, അതുപോലെ തന്നെ കാർഷ്ണം വേദമിതം വിദ്വാൻ ശൃണ്യാത് ശ്രാവസ്തയാർത്ഥിത എന്ന് ആദിപർവ്വതത്തിലും പറയുന്നുണ്ട്. അപ്പോൾ ഇതിൻ്റെ അർത്ഥം വേദവ്യാസ വിരചിതമായ മഹാഭാരതം കൃഷ്ണവേദം കൂടിയാണ് എന്നാണ്. രണ്ട് വിധത്തിൽ ഇതെടുക്കാം. ഒന്ന് കൃഷ്ണൻ്റെ വേദമാണ് എന്ന രീതിയിലും, രണ്ടാമത്തേത് വേദവ്യാസ വിരചിതമാണ് എന്ന രീതിയിലും എടുക്കാം. ഇതിൽ ഒന്നാമത്തേതാണ് മുഖ്യമായ അർത്ഥമായി നാം എടുത്താൽ നമുക്ക് മനസ്സിലാക്കുക. മഹാഭാരതം ജയം, അതുപോലെ തന്നെ മഹാഭാരതം, അതുപോലെ തന്നെ കൃഷ്ണവേദം, പഞ്ചമവേദം എന്നീ പേരുകളിൽ അറിയപ്പെടുന്നുണ്ട്. അങ്ങനെയുള്ള നമ്മുടെ മഹാഭാരതം നമ്മോട് പറയുന്നത് എങ്ങനെയാണ് ധാർമ്മികമായി ജീവിക്കേണ്ടത്, എങ്ങനെയാണ് ഭാരതീയ സംസ്കൃതി നമ്മുടെ ജീവിതത്തെ എവിടേക്കാണ് കൊണ്ടുപോകുക, മനസ്സിനെ ഉദ്ധരിച്ചുകൊണ്ടാണ് നമ്മുടെ ജീവിതം നാം നയിക്കേണ്ടത് എന്നൊക്കെയാണ് നമ്മുടെ സംസ്കൃതി നമ്മോട് പറയുന്നത്. അങ്ങനെയുള്ള സംസ്കൃതിയിൽ നമ്മുടെ ഭഗവത്ഗീതയിൽ പറയും, ഉദ്ധരേത് ആത്മനാത്മാനാം ന ആത്മാനവസാദേത് ആത്മേവ ഹ്യാത്മനോ ബന്ധു ആത്മേവ രുപുരാത്മനാഥ് എന്ന്. നമ്മുടെ മനസ്സിനെ നാം ഉയർത്തുകയാണെങ്കിൽ നാം തന്നെയാണ് നമ്മുടെ ബന്ധു. നേരെ മറിച്ച് നമ്മുടെ മനസ്സിനെ നാം താഴ്ത്തുകയാണെങ്കിൽ നാം തന്നെയാണ് നമ്മുടെ ശത്രു എന്ന് ഭഗവത്ഗീതയിൽ പറയുന്നു. അപ്പോൾ നമ്മുടെ ശത്രുവും ബന്ധുവും ഒന്നും പുറത്തല്ല, മറിച്ച് അകത്ത് തന്നെയാണ്. മനസ്സിനെ ഉയർത്തുന്നവനാണ് നമ്മുടെ ബന്ധു എന്ന് പറയുന്നത് തന്നെയാണ് ബ്രഹ്മബിന്ദു ഉപനിഷത്തിൽ പറയുന്നതും. മനമേവ മനുഷ്യാണാം കാരണം ബന്ധമോക്ഷയോ ബന്ധായ വിഷയാസക്തം മുക്തൈ നിർവിഷയം സ്മൃതം എന്നും പറയുന്നുണ്ട്. മനസ്സാണ് ബന്ധങ്ങൾക്കും വിഷയങ്ങൾക്കും അടിമപ്പെട്ടു പോകുന്നത്. നേരെ മറിച്ച് അങ്ങനെ നമ്മുടെ മനസ്സിനെ താഴ്ത്താതെ മനസ്സിനെ ഉയർത്തുകയാണ് വേണ്ടത്. ബന്ധങ്ങൾക്കും മോക്ഷത്തിനും കാരണം, മോഹക്ഷയത്തിന് കാരണമാകുന്നത് മനസ്സാണ്. അതിന് ഭഗവത് ചിന്തകൾ കൂടിയേ തീരൂ. അങ്ങനെ മനസ്സിനെ ഉയർത്തണമെങ്കിൽ ഭഗവാനെ തന്നെ നിത്യോപാസന ചെയ്തുകൊണ്ട് ജീവിച്ചാൽ മാത്രമേ ഒരു ഉത്തമ പുരുഷനായി നമുക്ക് മാറുവാൻ കഴിയുകയുള്ളൂ. ഈ ശ്രേഷ്ഠ ഭാരതം എന്ന റിയാലിറ്റി ഷോ യുടെ 2ാം ഭാഗത്തിൽ ഇവിടെ എത്തിച്ചേരാൻ സാധിച്ചതിൽ സന്തോഷമുണ്ട്. നന്ദി, നമസ്കാരം. ഓക്കെ, ഇനി അടുത്ത ആള് രാഹുൽ. ഓം നമോ ഭഗവതേ വാസുദേവായ. നമുക്കറിയാം, അറിവിൻ്റെ കടക്കോൽ ഉപയോഗിച്ച് വേദമെന്ന സാഗരം കടഞ്ഞ് വേദവ്യാസൻ തയ്യാറാക്കിയ അമൃതാണ് മഹാഭാരതവും അതോടൊപ്പം തന്നെ ഭഗവത്ഗീതയും. ഭഗവത്ഗീത വേദാന്ത സാരമാണ്. മുക്തികോപനിഷത്തിൽ പറയും, വേദാന്തേ സുപ്രതിഷ്ഠോഹം വേദാന്തം സമുപാശ്രയ എന്ന്.
ശ്രീരാമചന്ദ്രൻ ഹനുമാനോടായി പറയുന്നതാണ്. വേദാന്തത്തിലാണ് ഞാൻ പ്രതിഷ്ഠിതനായിട്ടുള്ളത്, അതുകൊണ്ട് വേദാന്തത്തെ ആശ്രയിക്കുകയെന്ന്. അതേ വേദാന്ത തത്വങ്ങൾ നമുക്ക് ഭഗവത്ഗീതയിൽ കാണാൻ സാധിക്കും. നമ്മളൊക്കെ സാധാരണ പറയാറുണ്ട് നമ്മുടെ ഉള്ളിൽ ആത്മാവാണ് എന്ന്. എന്താണ് ഈ ആത്മാവ് എന്ന് ഭഗവത്ഗീത നമ്മോട് വ്യക്തമായി പറയുന്നു. അക്ഷരം ബ്രഹ്മ പരമം സ്വഭാവോ അധ്യാത്മമുച്യത്തെ എന്ന് ഭഗവത്ഗീത പറയും. അതായത് നാശമില്ലാത്ത വ്യയമില്ലാത്ത ബ്രഹ്മമത്രേ ആത്മാവ് എന്ന്. നമ്മുടെ ഓരോരുത്തരുടെയും മനസ്സ് ഭഗവാനാണ് നയിക്കുന്നത്. ആ മനസ്സിലേക്ക്, ഭഗവാൻ ചിന്തിച്ചു കഴിയുന്ന മനസ്സിലേക്ക് എത്ര വിഷലിപ്തമായ ചിന്തകൾ വന്നാലും അതിന് നിലനിൽപ്പില്ല. അതുകൊണ്ടാണ് യോഗികൾ, സന്യാസിമാർ എന്നും ഊർധ്വമായ തലത്തിൽ ചിന്തിച്ചുകൊണ്ട് ലോകാ സമസ്ത സുഖിനോ ഭവന്തു എന്ന ചിന്ത ഭാരതീയർക്ക് പകർന്നു തന്നത്. ഇത് രാമായണത്തിലും കാണാം, ഭഗവത്ഗീതയിലും കാണാം, മഹാഭാരതത്തിലും കാണാം, വേദങ്ങളിലും കാണാം. പിന്നെ മറ്റൊരു കാര്യം നാം ചിന്തിക്കേണ്ടത് ഭഗവത്ഗീതയിൽ പറയുന്ന ഈശ്വരോപാസനയെക്കുറിച്ചാണ്, ഭഗവത് നാമജപത്തിൻ്റെ പ്രാധാന്യത്തെക്കുറിച്ചാണ്. കാരണം ലൗകിക സുഖങ്ങൾക്ക് പിന്നാലെ പായുന്നവരാണ് നാം. നമ്മളെപ്പോലും അറിയാതെ, നമ്മുടെ ഉള്ളിലുള്ള ഈശ്വര ചൈതന്യത്തെ അറിയാതെ ഈ മായയിൽ അഭിരമിച്ച് കഴിയുന്നവരാണ് നാം. പക്ഷേ ഈ മായയാണോ നമ്മെ മരണത്തിൽ നിന്ന് രക്ഷിക്കുന്നത്, അല്ലെങ്കിൽ ആധ്യാത്മിക ഗൃഹങ്ങളിലേക്ക് കൊണ്ടുപോകുന്നത് എന്ന് ചിന്തിക്കുമ്പോൾ ഭഗവത്ഗീത പറയും, തേഷാമഹം സമുദ്ധർത്ത മൃത്യു സംസാര സാഗരാത് ഭവാമിന ചിരാത് പാർത്ഥ മയ്യാവേശിത ചേതസാം എന്ന്. ഹേ പാർത്ഥ, എൻ്റെ പാതാരവിന്ദങ്ങളിൽ അർപ്പണ മനോഭാവത്തോടെ കഴിയുന്നവനെ ജനന മരണങ്ങളുടെ സാഗരത്തിൽ നിന്ന് ഞാൻ വേഗത്തിൽ ഉദ്ധരിക്കുന്നു എന്ന്. ഏതർത്ഥത്തിലെടുത്താലും നമുക്കുള്ള ഉപദേശമാണ് ഭഗവത്ഗീത. അത് വേദാന്തർഗതമാണ്, വേദാന്തത്തിലെ സാരങ്ങൾ എടുത്തതാണ്. ഉപനിഷത്ത് തത്വങ്ങളെല്ലാം അതിലുണ്ട് എന്നതിൽ യാതൊരു സംശയവുമില്ല. മൃത്യുശാസന ചാപം മുറിച്ചിടുന്ന പുമാൻ ഭർത്താവാകുന്നതുമെൻ പുത്രിക്കെന്നൊരു പണം എന്നാണ് ജനക മഹാരാജാവ് പറയുന്നത്. ഇത്തരത്തിലുള്ള വീരശുൽക്ക സമ്പ്രദായം സ്ത്രീ സ്വത്വത്തിന് ഉചിതമോ? ഇതാണ് ഞങ്ങൾക്ക് ഇവിടെ കിട്ടിയിരിക്കുന്നത്. ഇതിനെ അനുകൂലിച്ച് ആരാണ് പറയുന്നത്? ഞാനാണ് പറയുന്നത്. പറയൂ, തുടങ്ങിക്കോളൂ. നമസ്കാരം. ശൈവജാപം ഖണ്ഡിക്കുന്ന പുരുഷന് തൻ്റെ പുത്രിയെ വിവാഹം കഴിച്ചു കൊടുക്കും എന്നാണ് ജനക മഹാരാജാവ് പറയുന്നത്. അദ്ദേഹത്തിൻ്റെ ഈ വാദത്തോട് ഞാൻ തീർച്ചയായും യോജിക്കുന്നു. കാരണം അക്കാലത്ത് രാജാക്കന്മാർ തങ്ങളുടെ പുത്രിക്ക് വരനായി വീരന്മാരെയാണ് ആഗ്രഹിച്ചിരുന്നത്. അതവരുടെ അഭിമാന പ്രശ്നമായിരുന്നു. കൂടാതെ അക്കാലത്ത് സ്ത്രീകൾ പോലും തങ്ങളുടെ ഭർത്താക്കന്മാരായി വീരന്മാരെയാണ് ആഗ്രഹിച്ചിരുന്നത്. തങ്ങളുടെ ഭർത്താക്കന്മാർ വീരമൃത്യു അടയത് പോലും പുണ്യമായാണ് അവർ വിശ്വസിച്ചിരുന്നത്. പിന്നെ നോക്കുമ്പോൾ ഒരു രാജാവ് അയാളുടെ രാജ്യം ഒരു രാജകുമാരന് കൊടുക്കുകയാണ്. അപ്പോൾ ഒരു വീരനായ പുരുഷന് മാത്രമേ ഒരു രാജ്യം നല്ലവണ്ണം കൊണ്ടുപോകാൻ സാധിക്കുകയുള്ളൂ. ആ രാജാവിന് അത് അറിയാം. അതുകൊണ്ടാണ് ഇതുപോലത്തെയുള്ള വീരശുൽക്ക സമ്പ്രദായം പോലെയുള്ള സമ്പ്രദായങ്ങൾ വഴി തൻ്റെ പുത്രിക്ക് വരനായി വീരന്മാരെ തിരഞ്ഞെടുത്തിരുന്നത്. അപ്പോൾ രാജാവിനും ഇഷ്ടമായിരിക്കും, ആ പുത്രിക്കും അത് ഈ വീരന്മാരെ ഇഷ്ടമായിരിക്കും. അതെ, തൻ്റെ ഭർത്താക്കന്മാരിൽ നിന്നും കിട്ടുന്ന സ്നേഹത്തെക്കാളും ഉപരി ഇഷ്ടപ്പെടുന്ന അവരിൽ നിന്നും കിട്ടുന്ന പദവിയായിരുന്നു. അത് ഇന്നത്തെ ഒരു പ്രസക്തിയിൽ എങ്ങനെ പറയാൻ പറ്റും? പക്ഷേ ഇന്നത്തെ കാലത്ത് ഞാൻ അതിനോട് വളരെ ഒട്ടും യോജിക്കുന്നില്ല. പക്ഷെ പണ്ട് കാലത്ത് അത് വളരെ നല്ലൊരു സമ്പ്രദായമായിരുന്നു. ശരി, എടുത്തുകൊണ്ട് ആരാണ് സംസാരിക്കുന്നത്? ഞാനാണ് സംസാരിക്കുന്നത്. ഓക്കെ. ഞാൻ പറഞ്ഞതിനോട് പൂർണ്ണമായും യോജിക്കുന്നില്ലെങ്കിലും അതിനെയെല്ലാം ബഹുമാനിച്ചുകൊണ്ട് തന്നെയാണ് ഞാൻ പറയുന്നത്. അത് മറുവാദം പറഞ്ഞ ആൾ തന്നെ പറഞ്ഞു കഴിഞ്ഞു, വീരശുൽക്ക സമ്പ്രദായം ഇപ്പോഴത്തെ കാലത്ത് പ്രായോഗികമല്ല എന്ന്. അതിൽ നിന്ന് തന്നെ മനസ്സിലാവും അന്നത്തെ കാലത്തായാലും ഇന്നത്തെ കാലത്തായാലും വിവാഹം, കല്യാണം, അക്കാര്യങ്ങളിൽ വലിയ വ്യത്യാസമൊന്നുമില്ല. ജനക മഹാരാജാവാണ് തീരുമാനിച്ചത് തൻ്റെ പുത്രിക്ക് ഈ ത്രയംബകം വില്ലൊടിക്കുന്ന ഒരാൾ മാത്രമേ വരനായി വരുവുള്ളെന്ന്. അല്ലാതെ സീതയ്ക്ക് ആഗ്രഹമുണ്ടോ ഇല്ലയോ എന്നൊന്നും നമുക്ക് പറയാൻ കഴിയില്ല. അത് സീതയുടെ മനസ്സാണ്. സീതയ്ക്ക് വീരനെ തന്നെ കല്യാണം കഴിക്കണമെന്ന് സീതയ്ക്കും ആഗ്രഹമുണ്ടാകാം. പക്ഷേ വീരത്വത്തോടൊപ്പം തന്നെ സ്നേഹിക്കുന്നവനും തൻ്റെ മക്കളെ പരിപാലിക്കുന്നവനും തൻ്റെ രാജ്യം ശ്രീധനമായി കൊടുക്കുന്ന രാജ്യം നല്ലവണ്ണം നോക്കാൻ കഴിവുള്ളവനും ആയിരിക്കണം തൻ്റെ ഭർത്താവെന്ന് സീതയ്ക്കും ഒരു ആഗ്രഹം കാണും. എന്നാൽ ഈ ഇത്തരം ത്രയംബകം വില്ല് ഒടിക്കണമെന്ന് പറയുമ്പോൾ അതൊരു ബലപരീക്ഷണം മാത്രമേ ആകുന്നുള്ളൂ. അല്ല, അതിന് വേറൊരു കാര്യമുണ്ട്. അതിനകത്ത് പറയുന്നുണ്ട്, രാമനെ കാണുമ്പോൾ തന്നെ സീതയുടെ കണ്ണു തുടിക്കുന്നു. ഇഷ്ടമാകുന്നുണ്ട്, സീതയ്ക്ക് ഇഷ്ടമാകുന്നുണ്ട്. അത് രാമന്റെ സ്ഥാനത്ത് വേറെ ആരെങ്കിലും ആയിരുന്നെങ്കിലോ? രാമനും കരുത്തുണ്ട്, അതേപോലെ തന്നെ രാവണനും അതേ കരുത്തുണ്ട്. അതുകൊണ്ടാണ് രാവണന് കരുത്തുണ്ടെങ്കിൽ ഇത് പൊക്കാൻ പറ്റില്ല. രാവണന് പൊക്കാൻ കഴിയുന്നില്ല. ഇനി അഥവാ പൊക്കിയിരുന്നെങ്കിലോ
ആ ഒരു ആശങ്ക ജനകനുമുണ്ട്, സീതയ്ക്കുമുണ്ട്, എല്ലാവർക്കും ഉണ്ട്. അതുകൊണ്ടാണ് ഈ ശൈവജാപം തന്നെ അത് അങ്ങനെ ഒരു മത്സരത്തിന് വെച്ചിരിക്കുന്നത്. കാരണം അത് പൊക്കാനായിട്ട് അത്ര ഒരു ശക്തിയല്ല, അതിന് ഒരു വിൽ പവർ എന്ന് പറയുന്ന സാധനമുണ്ട്. അത് ഈശ്വര ചൈതന്യമുള്ള ഒരാൾക്ക്, ഒരു പോസിറ്റിവിറ്റി ഉള്ള ഒരാൾക്കേ പറ്റുള്ളൂ. അക്കാലത്ത് ജനകനെ പോലുള്ള രാജാവിന് അതറിയാമായിരുന്നു. പക്ഷേ അതേപോലെ വീരശുൽക്കകളായി പ്രഖ്യാപിക്കുന്ന എല്ലാ പെൺകുട്ടികൾക്കും നല്ല വീരനും ശൂരനുമായ ഒരു ഭർത്താവിനെ ലഭിക്കണമെന്നില്ല. ശരി, അപ്പൊ ഇനി അനുകൂലിച്ച് പറയുന്ന ആരാണ്? ഞാനാണ് അനുകൂലിക്കുന്നത്. അനുകൂലിച്ച് പറ. രാമായണത്തിലെ തന്നെ ഏറ്റവും അധികം ശ്രദ്ധയേറിയ ഒരു ഭാഗമാണ് സീതാ സ്വയംവരം എന്നത്. അതായത് രാമൻ്റെ തന്നെ സ്വന്തം തന്നെ എങ്ങനെയാണോ തന്നുടെ അവതാരത്തിൻ്റെ ലക്ഷ്യം പൂർത്തീകരിക്കുന്നതിനായി, രാമൻ്റെ അവതാര ലക്ഷ്യം പൂർത്തീകരിക്കുന്നതിനായി നിമിത്തമായ തന്നെ സീതാ സ്വയംവരമാണ്. അപ്പോൾ ജനക മഹാരാജാവ് സീതയുടെ പിതൃസ്ഥാനീയനും അതോടൊപ്പം തന്നെ രക്ഷിതാവും കൂടി ആയതുകൊണ്ട് ജനക മഹാരാജാവിന് തന്നുടെ പുത്രിയിൽ വളരെയധികം സ്വപ്നം കാണുവാൻ തനിക്ക് ആഗ്രഹമുണ്ട്. ആ സ്വപ്നം നിറവേറ്റുവാനും അത് ആത്മാർത്ഥതയോടെയും, ഉത്തരവാദിത്തമുള്ളൊരു പിതാവാണെങ്കിൽ അത് 100% നിറവേറ്റുവാനുള്ള ഒരു ആഗ്രഹം ജനക മഹാരാജാവിനുണ്ട്. ഇപ്പോൾ ഞാനൊരു ശ്ലോകം ഓർക്കുകയാണ്. പിതാ രക്ഷിത കൗമാരെ ഭർത്തോ രക്ഷിത യൗവനെ പൗത്രോ രക്ഷിത വാർദ്ധക്യേ. ഇത് മനുസ്മൃതിയിലെ ശ്ലോകങ്ങളാണ്. അപ്പോൾ ഇതിലെന്താണ് പറയുന്നതെന്ന് വെച്ചാൽ, പിതാവ് കൗമാരത്തിനെ രക്ഷിക്കുന്നതും അതുപോലെ തന്നെ ഭർത്താവ് യൗവനത്തെ രക്ഷിക്കുന്നതും വാർദ്ധക്യത്തെ തൻ്റെ പുത്രൻ, സ്ത്രീത്വത്തിൻ്റെ പല ഘട്ടങ്ങളാണ് ഇവിടെ പറഞ്ഞു വെക്കുന്നത് ഈ ഒരു ഇതിൽ നിന്നും. അപ്പോൾ ഇതിൽ നിന്ന് നമ്മൾ നോക്കുകയാണെങ്കിൽ ശ്രീരാമന് ശൈവജാപം ഖണ്ഡിക്കുവാനുള്ള മനസ്ഥൈര്യവും അതോടൊപ്പം തന്നെ പൗരുഷത്തിൻ്റെ ഒരു ഉടമയുമായ ശ്രീരാമന് മാത്രമേ ഈ ഒരു ശൈവജാപം ഖണ്ഡിക്കുവാൻ പറ്റുകയുള്ളൂ എന്ന് ജനക മഹാരാജാവിന് വളരെയധികം ബോധ്യമായത് കൊണ്ട് തന്നെയാണ് ജനക മഹാരാജാവ് ഇങ്ങനെ ഒരു മത്സരം ഏർപ്പെടുത്തുകയും, അതോടൊപ്പം തന്നെ ജനക മഹാരാജാവ് വിചാരിച്ചിരിക്കുന്നത് ഇങ്ങനെയായിരിക്കാം, ഒരു പക്ഷേ ശൈവജാപം ഖണ്ഡിക്കുന്ന ഒരു മത്സരാർത്ഥി തൻ്റെ പുത്രിക്ക് വളരെയധികം അനുയോജ്യനായ ഒരാളായിരിക്കും. മനസ്സുകൊണ്ടും പൗരുഷം കൊണ്ടും എന്തുകൊണ്ടും ഒരു നല്ല പൗരുഷത്തിൻ്റെ ഉടമയായിരിക്കും ഈ ശൈവജാപം ഖണ്ഡിക്കുന്ന ഒരാളെന്ന് ജനക മഹാരാജന് തോന്നിയിരിക്കാം. ഞാൻ ഇതിനോട് 100% തന്നെ യോജിക്കുന്നു. സ്ത്രീക്ക് സ്വന്തം കാലിൽ നിന്ന് സ്വയം രക്ഷിക്കാനുള്ള ഒരു ശക്തി ഉണ്ട് എന്നുള്ളൊരു വിശ്വാസം ഉണ്ടെങ്കിലോ? അത് നമ്മൾ എപ്പോൾ എടുക്കുന്നതും എന്തൊക്കെ തീരുമാനങ്ങൾ നമ്മൾ സ്വയം വരിക്കുന്നതും ചിലപ്പോൾ തെറ്റാവാം, തെറ്റാർക്കും സംഭവിക്കാം, എപ്പോഴും ശരിയാവണമെന്നില്ല. അപ്പോൾ രക്ഷിതാക്കൾ അല്ലെങ്കിൽ ഒരു പിതാവിൻ്റെ കർമ്മമാണ് സ്വന്തം പുത്രിയെ നല്ല വഴിക്ക് നയിക്കുക അല്ലെങ്കിൽ നേർവഴിക്ക് നയിക്കുക. ശരി ശരി, ഇനി ഇതിന്റെ കൗണ്ടർ ആരാണ്? ഓക്കെ, പറയൂ. ശൈവജാപം ഭേദിക്കുന്ന ആൾക്ക് തന്റെ പുത്രിയെ വിവാഹം ചെയ്തു കൊടുക്കും എന്ന ജനക മഹാരാജാവിന്റെ വാദത്തോട് ഞാൻ തീർത്തും എതിർക്കുന്നു. കാരണം വിവാഹത്തിന് മാനദണ്ഡമാകേണ്ടത് വീരത്വം എന്ന ഗുണം മാത്രമല്ല, തന്റെ പുത്രിയെ സ്നേഹിക്കുകയും വിശ്വസിക്കുകയും സംരക്ഷിക്കുകയും ചെയ്യുന്ന ഒരു ഭർത്താവിനെയാണ് ഒരച്ഛൻ തന്റെ മകൾക്കായി തിരഞ്ഞെടുക്കേണ്ടത്. ഒരർത്ഥത്തിൽ സീതയുടെ പിൽക്കാല ദുഃഖങ്ങൾക്ക് കാരണം ഇതാണെന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. വീരനായ രാമനെ വിവാഹം ചെയ്തതിൽ സീത അഭിമാനം കൊണ്ടിരുന്നു. എങ്കിലും പിന്നീടുള്ള ജീവിത സംഭവങ്ങൾ വച്ച് നോക്കുമ്പോൾ നമുക്ക് മനസ്സിലാകാം, സീത രാമനിൽ നിന്നും സ്നേഹവും വിശ്വാസവും പരിഗണനയും ഏറെ ആഗ്രഹിച്ചിരുന്നുവെന്ന്. രാമൻ ഒരു ഉത്തമ പുരുഷനാണ്, എങ്കിലും അദ്ദേഹം പലപ്പോഴും തൻ്റെ കുടുംബത്തിനേക്കാളും അധികം പ്രാധാന്യം തൻ്റെ രാജ്യത്തിനാണ് നൽകിയിരുന്നത്. അദ്ദേഹത്തിന് വേണ്ടുവോളം സ്വന്തം പത്നിയായ സീതാദേവിയെ സംരക്ഷിക്കാൻ കഴിഞ്ഞിരുന്നില്ല പല ഘട്ടങ്ങളിലും. അപ്പോൾ പിന്നെ നമുക്ക് എൻ്റെ അഭിപ്രായത്തിൽ ജനക മഹാരാജാവ് എടുത്ത ഈ തീരുമാനം, അതായത് വീരത്വം എന്ന ഗുണം മാത്രമായിരുന്നില്ല വിവാഹത്തിന് മാനദണ്ഡമായി എടുക്കേണ്ടിയിരുന്നത്, മറിച്ച് സ്നേഹം, വിശ്വാസം, സംരക്ഷണം ഇതെല്ലാം അദ്ദേഹത്തിന് നോക്കാമായിരുന്നു സ്വന്തം പുത്രിയെ മറ്റൊരു കരങ്ങളിൽ ഏൽപ്പിക്കുമ്പോൾ. നൈസ്, ഒരു നല്ലൊരു ആർഗ്യുമെന്റ് ആയിരുന്നത്. നെഗറ്റീവ് ആണെങ്കിലും അതിനെ വളരെ ഭംഗിയായി മോള് അതിനെ വളരെ എളുപ്പത്തിൽ തന്നെ തുടങ്ങാം എന്നുള്ളത് കൊണ്ട് ഭഗവത്ഗീതയുടെ കർത്താവാര്
ഓപ്ഷൻ എ ശ്രീകൃഷ്ണൻ, ഓപ്ഷൻ ബി എഴുത്തച്ഛൻ, ഓപ്ഷൻ സി വേദവ്യാസൻ, ഓപ്ഷൻ ഡി അർജുനൻ. നിങ്ങളുടെ സമയം ഇതാ ആരംഭിക്കുക. ഓപ്ഷൻ സി വേദവ്യാസൻ. ലോക്ക് ചെയ്യാലല്ലേ? ലോക്ക്. സി ലോക്ക് ചെയ്യാം. ഉത്തരം ശരിയാണോ എന്ന് നോക്കാം. ശരി ശരി ഉത്തരം. സർ പറഞ്ഞ പോലെ ഒരു നല്ലൊരു തുടക്കം, ശുഭാരംഭമാണ്. നല്ലൊരു ഐഡിയ. സന്തോഷില്ലേ 10 മാർക്ക് കിട്ടിയതിന് അല്ലേ? യെസ്. ഇപ്പൊ ഇതിലും അവർക്ക് പോയിന്റ് കിട്ടിയതിൽ അടുത്ത ടീം ക്ലാപ്പ് ചെയ്തതില് അല്ലേ? അതെ, വളരെ നല്ലൊരു പ്രോത്സാഹനമാണത്. അടുത്ത ചോദ്യം, ശബരി സീനിയർ സെക്കൻഡറി സ്കൂൾ. അർജുനന്റെ കൊടി അടയാളം ഓപ്ഷൻ എ ഹനുമാൻ, ഓപ്ഷൻ ബി ലക്ഷ്മി, ഓപ്ഷൻ സി അഗ്നി, ഓപ്ഷൻ ഡി ഗരുഡൻ. നിങ്ങളുടെ സമയം ഇതാ തുടങ്ങിക്കഴിഞ്ഞു. ഓപ്ഷൻ എ ഹനുമാൻ. ഓപ്ഷൻ എ ഹനുമാൻ. ലോക്ക് ചെയ്യാലോ അല്ലേ? ഉറപ്പാണ്, യാതൊരു സംശയമില്ല. ലോക്ക് ചെയ്തോളൂ. എ. ഉത്തരം ശരിയാണോ തെറ്റാണോ നോക്കാം. ശരി ഉത്തരാണ്. നല്ലൊരു തുടക്കം. ശബരി സീനിയർ സെക്കൻഡറി സ്കൂൾ രണ്ടുപേർക്കും 10 പോയിന്റ് വീതം ലഭിച്ചു കഴിഞ്ഞു. അടുത്ത ചോദ്യം, അതെ, TDHS തുറവൂർ. ശ്രേയോ ഭോക്തും ഭൈക്ഷ്യമപീഹ ലോകേ. ശ്രേയോ ഭോക്തും ഭൈക്ഷ്യമപീഹ ലോകേ. ഇവിടെ ഭൈക്ഷ്യം എന്ന ശബ്ദത്തിൻ്റെ അർത്ഥം എന്താണ്? ഓപ്ഷൻ എ ഭക്ഷണം, ബി രക്തം പുരണ്ടത്, സി ഭക്ഷിക്കേണ്ടത്, ഡി ഭിക്ഷാന്നം. ഉത്തരം നിങ്ങളുടെ സമയം ആരംഭിക്കുകയായി. ഓപ്ഷൻ സി ഭക്ഷിക്കേണ്ടതാണ്. ഓപ്ഷൻ സി ഭക്ഷിക്കേണ്ടതാണ്. ഉത്തരം ലോക്ക് ചെയ്യാലല്ലേ? സി ലോക്ക് ചെയ്യാം. ഉത്തരം ശരിയാണോ നോക്കാം. ഉത്തരം തെറ്റാണ്. ചോദ്യം അടുത്ത ടീമിന് ശബരി സ്കൂളിനെ പാസ് ചെയ്യാം. ശബരിഗിരി സീനിയർ സെക്കൻഡറി സ്കൂൾ. നിങ്ങൾക്ക് ടൈമർ ഇല്ല, ഉത്തരം അറിയെങ്കിൽ പറഞ്ഞോളൂ. ഓപ്ഷൻ ഡി ഭിക്ഷാനം. ഓപ്ഷൻ ഡി ഭിക്ഷാന്നം. ലോക്ക് ചെയ്യാം. ലോക്ക് ചെയ്യാം. ഡി ലോക്ക് ചെയ്യാം. ഉത്തരം ശരിയാണോ നോക്കാം. ശരി ഉത്തരാണ്. ശരി ഉത്തരമാണ്. അപ്പോ 5 മാർക്ക്. അതെ, പാസ് ചെയ്ത് വന്ന ചോദ്യമല്ലേ? അതെ, 5 മാർക്ക്. അടുത്ത ചോദ്യം നിങ്ങളോട് തന്നെയാണ്. അതെ, ശബരിഗിരി സീനിയർ സെക്കൻഡറി സ്കൂൾ. ദേഹി നിത്യമവധ്യോയം ദേഹേ സർവസ്യ ഭാരത. ദേഹി നിത്യമവധ്യോയം. ദേഹി എന്ന് വെച്ചാൽ എന്ത്? ഓപ്ഷൻ എ അർജുനൻ, ഓപ്ഷൻ ബി ശരീരം, ഓപ്ഷൻ സി ശ്രീകൃഷ്ണൻ, ഓപ്ഷൻ ഡി ആത്മാവ്. നിങ്ങളുടെ സമയം ഇവിടെ ആരംഭിക്കുകയായി. സമയമുണ്ട്, ആലോചിച്ച് പറഞ്ഞാൽ മതി. 25 സെക്കൻഡ്സ് ബാക്കിയുണ്ട്. ഓപ്ഷൻ ഡി ആത്മാവ്. ഓപ്ഷൻ ഡി ആത്മാവ്. ഉറപ്പിച്ചോ? ഓപ്ഷൻ ഡി ലോക്ക് ചെയ്തോളൂ. ഉത്തരം ശരിയോ തെറ്റോ എന്ന് നോക്കാം. ശരി ഉത്തരാണ്. നല്ലൊരു കൈയടി കൊടുക്കാം. സന്തോഷില്ലേ മാർക്ക് കിട്ടിയില്? കൈയടിച്ചോ. അടുത്ത ചോദ്യം, TDHS തുറവൂർ. നല്ലോണം ശ്രദ്ധിച്ച് സമയമൊക്കെ നല്ലോണം ഉപയോഗിച്ച് ഉത്തരം പറയാം. TDHS തുറവൂർ. അടുത്ത ചോദ്യം, സങ്കോസ്ത്വകർമ്മണി. മാതേ സങ്കോസ്ത്വകർമ്മണി എന്നാണ് ആ വരിയുടെ പൂർണ്ണ രൂപം. സങ്കോസ്ത്വകർമ്മണി എന്നുള്ള സമസ്ത പദത്തിൻ്റെ പദച്ഛേദം എന്താണ്? ഓപ്ഷൻ എ സങ്കോസ്ത്വ കർമ്മണി, ബി സംഗഹ അസ്തു അകർമ്മണി, സി സംഗഹ അസ്ത്വ കർമ്മണി, ഡി സങ്കോസ്ത്വ അകർമ്മണി. സമയം ഇവിടെ ആരംഭിക്കുന്നു. ബി സംഗഹ പ്ലസ് അസ്തു പ്ലസ് അകർമ്മണി.
സംഘ പ്ലസ് അസ്തു പ്ലസ് അകർമ്മണി. ഓപ്ഷൻ ബി ആണോ? ആണോ? ഉറപ്പിച്ചോ? ലോക്ക് ചെയ്യാം. ശരി, ബി ലോക്ക് ചെയ്യാം. ഉത്തരം ശരിയോ തെറ്റോ എന്ന് നോക്കാം. ശരി ഉത്തരമാണ്. വീണ്ടും 10 പോയിന്റ്. ശബരി സ്കൂൾ, ശബരിഗിരി സീനിയർ സെക്കൻഡറി സ്കൂൾ. ബുദ്ധിയുക്തോ ജഹാതീഹ ഉഭേ സുകൃത ദുഷ്കൃതേ. സുകൃത ദുഷ്കൃതങ്ങൾ ജഹാതി. ജഹാതി എന്ന് വെച്ചാൽ എന്ത്? ജഹാതി എന്ന ശബ്ദത്തിൻ്റെ അർത്ഥം എന്താണ്? ആ പദത്തിൻ്റെ അർത്ഥമാണ് ചോദിക്കുന്നത്. ഓപ്ഷൻ എ ത്യജിക്കുന്നു, ഓപ്ഷൻ ബി ആർജിക്കുന്നു, ഓപ്ഷൻ സി സ്വീകരിക്കുന്നു, ഓപ്ഷൻ ഡി ദഹിപ്പിക്കുന്നു. സമയം ദാ ആരംഭിച്ചു. ചർച്ച ചെയ്ത് 20 സെക്കൻഡ്സ് ബാക്കിയുണ്ട്. ഉറപ്പിച്ചിട്ട് ഉത്തരം പറഞ്ഞാൽ മതി. ഓപ്ഷൻ എ ത്യജിക്കുന്നു. ഓപ്ഷൻ എ ത്യജിക്കുന്നു. സംശയമൊന്നുമില്ല. ഉറപ്പിച്ചു. ലോക്ക് ചെയ്യാം. ഓക്കെ, ഓപ്ഷൻ എ ലോക്ക് ചെയ്യാം. ഉത്തരം ശരിയാണോ തെറ്റാണോ നോക്കാം. ശരി ഉത്തരാണ്. ഭാരതകഥയിലെ ഏറ്റവും ദൗർഭാഗ്യവതിയായ സ്ത്രീയാണു ഞാൻ. അംബ, കാശി രാജാവിന്റെ മൂത്ത പുത്രി. എനിക്കു താഴെ അംബികയും അംബാലികയും. ഞങ്ങൾക്ക് വിവാഹപ്രായമെത്തിയപ്പോൾ പിതാവ് വിവാഹത്തിനായുള്ള ഒരുക്കങ്ങൾ തുടങ്ങി. പെട്ടെന്ന് ശന്തനുതനയൻ അവിടേക്കെത്തി ഞങ്ങളുടെ കരം ഗ്രഹിച്ച് രഥത്തിലേറ്റി ഹസ്തിനപുരത്തേക്ക് കൊണ്ടുപോയി. അപ്പോൾ ഞാൻ ധർമ്മജ്ഞനായ ഭീഷ്മരോട് എന്റെ പ്രണയകഥ പറഞ്ഞു. അല്ലയോ യുവരാജാവേ, ഞാൻ വളരെ മുൻപ് തന്നെ സാൽവൻ എന്ന രാജാവുമായി പ്രണയത്തിലാണ്. അദ്ദേഹവും എന്നിൽ അനുരക്തനാണ്. അതിനാൽ എന്നെ അദ്ദേഹത്തിന്റെ അടുത്തേക്ക് പോകാൻ അനുവദിച്ചാലും. ധർമ്മജ്ഞനായ ഭീഷ്മർ എന്റെ ഇഷ്ടം പോലെ പ്രവർത്തിക്കുവാൻ അനുവാദം തന്നു. അങ്ങനെ ഞാൻ സാൽവ രാജാവിന്റെ സവിധത്തിലെത്തി. അദ്ദേഹത്തോട് എന്റെ പ്രണയകഥ പറഞ്ഞു. എന്നാൽ സാൽവൻ പറഞ്ഞത് മറ്റൊന്നായിരുന്നു. ഞാൻ എന്റെ കണ്ണുകൊണ്ട് കണ്ടതാണ്. ഭീഷ്മർ നിന്റെ വലതുകരം ഗ്രഹിച്ച് തേരിലേറ്റി ഹസ്തിനപുരത്തേക്ക് കൊണ്ടുപോകുന്നത്. അതുകൊണ്ട് നിന്നെ സ്വീകരിക്കാൻ എനിക്കാവില്ല. പൊക്കോളൂ. ഞാൻ ആകെ തകർന്നുപോയി. തിരികെ ഭീഷ്മരുടെ അടുത്തേക്ക് ഞാൻ ചെന്നു. വിവാഹാഭ്യർത്ഥന നടത്തി. എന്നാൽ നിത്യ ബ്രഹ്മചാരിയായതിനാൽ എന്നെ സ്വീകരിക്കാനാവില്ല എന്ന് ഭീഷ്മർ പറഞ്ഞു. ഞാൻ ഇനി എങ്ങനെ തിരികെ നാട്ടിലേക്ക് പോകും? എനിക്ക് ഭീഷ്മരോട് അടങ്ങാത്ത പകയും വൈരാഗ്യവും തോന്നി. ഒരു സ്ത്രീയുടെ സമ്മതമില്ലാതെ അവളെ പിടിച്ചടക്കാൻ ശ്രമിച്ച ഭീഷ്മരുടെ നീചവും ധർമ്മമില്ലാത്തതുമായ പ്രവൃത്തിയോട് എനിക്ക് പ്രതികാരം ചെയ്യണമെന്ന് തോന്നി. അങ്ങനെ ഞാൻ തപസ്സു ചെയ്യുവാനായി വനത്തിലേക്ക് തിരിച്ചു. അവിടെ വെച്ചാണ് പരശുരാമനെ ഞാൻ കണ്ടത്. അദ്ദേഹത്തോട് എന്റെ കഥ ഞാൻ പറഞ്ഞു. ഭീഷ്മരെ വിവാഹത്തിന് സമ്മതിപ്പിക്കാമെന്ന് അദ്ദേഹം എനിക്ക് ഉറപ്പു തന്നു. അങ്ങനെ അദ്ദേഹത്തോടൊപ്പം ഞാൻ വീണ്ടും ഹസ്തിനപുരത്തേക്ക് തിരിച്ചു. എന്നാൽ പരശുരാമന്റെ വാക്കും ഭീഷ്മർ ചെവികൊണ്ടില്ല. ഒടുവിൽ അതിൽ ക്ഷുഭിതനായി പരശുരാമനും ഭീഷ്മരും തമ്മിൽ കൊടിയ യുദ്ധം ആരംഭിച്ചു. യുദ്ധം കൊടുമ്പിരി കൊണ്ടു. ഒടുവിൽ ദേവകൾ ഇടപെട്ട് രണ്ടുപേർക്കും തുല്യ വിജയത്തിൽ യുദ്ധം അവസാനിപ്പിച്ചു. പരശുരാമന്റെ ഇടപെടലും ഫലം കാണാതെ വന്നപ്പോൾ ഞാൻ വീണ്ടും തപസ്സിനായി കാട്ടിലേക്ക് തിരിച്ചു. ആഹാര നീഹാരങ്ങൾ വെടിഞ്ഞ് യമുന നദീതീരത്ത് ഞാൻ തപസ്സു ചെയ്തു. ആഹാരമില്ലാതെ യമുന നദിയിൽ
മുങ്ങിക്കിടന്നു. കരിയിലകൾ മാത്രം ഭക്ഷിച്ചുകൊണ്ട് പെരുവിരൽ നിരത്തൂന്നി ഞാൻ തപസ്സു ചെയ്തു. ഒടുവിൽ ഗംഗാദേവി പ്രത്യക്ഷപ്പെട്ടു. എന്നാൽ ഭീഷ്മരെ വധിക്കാൻ സാധിക്കില്ല എന്ന സത്യം എന്നെ അറിയിച്ചു. ഞാൻ തപവും ജപവുമില്ലാതെ അലഞ്ഞു തിരിഞ്ഞു നടന്നു. ഒടുവിൽ ഗംഗാദേവി വീണ്ടും പ്രത്യക്ഷപ്പെട്ടു. ഞാൻ ഒരു നദിയായി തീരട്ടെ എന്ന് ശപിച്ചു. അങ്ങനെ എന്നിലെ ഒരംശം അംബ എന്ന നദിയായി ഒഴുകി. ഞാൻ വീണ്ടും തപസ്സനുഷ്ഠിച്ചു. ഒടുവിൽ മഹാദേവൻ പ്രത്യക്ഷപ്പെട്ടു. നീ അടുത്ത ജന്മത്തിൽ വില്ലാളിയായി ജനിച്ച് ഭീഷ്മരെ വധിക്കാൻ ഇടവരട്ടെ എന്ന് അദ്ദേഹം അനുഗ്രഹിച്ചു. ഞാൻ സന്തോഷം കൊണ്ട് ആർപ്പു വിളിച്ചു. ദിഗന്ധങ്ങൾ പൊട്ടുമാറ് ഞാൻ അലറി വിളിച്ചു, ഞാൻ ഭീഷ്മരെ വധിക്കും, ഞാൻ ഭീഷ്മരെ വധിക്കും, ഞാൻ ഭീഷ്മരെ വധിക്കും. അടുത്ത ജന്മം വേഗത്തിലാകുവാൻ വേണ്ടി ചിത കൂട്ടി ആ അഗ്നിയിൽ ചാടി മരിക്കാൻ ഞാൻ തീരുമാനിച്ചു.